കൊച്ചിയിൽ 10 വയസ്സുകാരന്റെ കാൽ തല്ലിയൊടിച്ച കേസിലെ പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന ആരോപണം. പ്രതിക്കെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകൾ എന്ന് കുടുംബം പറയുന്നു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം. ഫുട്ബോൾ കളിക്കുന്നതിനിടെ ബോൾ എടുക്കാൻ പോയ കുട്ടിയെ അയൽവാസി ആക്രമിച്ചത് ഇക്കഴിഞ്ഞ ഡിസംബർ 31-നാണ്. നമ്മുടെ നാട്ടിൽ കരിങ്കൊടി കാണിച്ചു, മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പ് ഇടുന്നുണ്ട്. ഈ കുഞ്ഞിന്റെ കാലിങ്ങനെ തല്ലി ഒടിച്ചിട്ട് നിസ്സാര കേസ് 324 വകുപ്പാണ് എടുത്തേക്കുന്നത്. അയാൾ ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ചിരിക്കുമ്പോഴത്തേക്കും ഭാര്യയും മക്കളോട്ട് സൂക്ഷിച്ചിരിക്കുക. എൻ്റെ മോൻ ഇവിടെ കിടന്ന് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കും. നാളെ ഒരു കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാകും. മരട് പോലീസിന്റെ ഒത്തുകളി അവസാനിപ്പിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. രാഹുൽ, ഈ കേസിലെ ഈ കുടുംബത്തിന്റെ ആരോപണം, അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? ഈ കേസ് എടുത്തത് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ്? ഒപ്പം ഈ കുട്ടിക്ക് മർദ്ദനയുടെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണല്ലോ. അപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ കൃത്യമായി രേഖപ്പെടുത്തണം എന്ന് പോലീസിന് ധാരണയുണ്ടല്ലോ. പക്ഷെ അതൊന്നും ചെയ്തില്ല എന്ന് കുടുംബം പറയുന്നു. അതിൽ വസ്തുതയുണ്ടോ? പ്രജൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിയുടെ കാലൊടിഞ്ഞിട്ട് 5 ദിവസമായിട്ടുണ്ട്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് മരട് പോലീസ് സ്റ്റേഷനിലാണ് ഈ കുടുംബം പരാതി കൊടുത്തിരിക്കുന്നത്. അയൽവാസി ആ കുട്ടിയുടെ കാല് തല്ലി ഓടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഈ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ബാലൻ എന്ന് പറയുന്ന അയൽവാസിയെ പോലീസ് പിടികൂടിയിട്ടില്ല. മാത്രമല്ല, ജാമ്യം കിട്ടാവുന്ന നിസ്സാര വകുപ്പുകൾ ചുമത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മാത്രമല്ല, ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ മറ്റൊരു വശം കൂടി ഈ പ്രതി ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ പറയുന്നത്, പ്രതിഭാഗം പറയുന്നത്, ഈ കുട്ടിയുടെ കാലൊടിഞ്ഞത് ഒരിക്കലും താൻ തല്ലി ഓടിച്ചതല്ല, അത് മതിൽ ചാടി പോകുന്നതിനിടയ്ക്ക് വീണ് കാലൊടിഞ്ഞതാകാം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ കുട്ടിയെ പട്ടിക കൊണ്ട് മർദ്ദിച്ചത് നിൽക്കുകയാണ്. കൈക്കും കാലിനും ഉൾപ്പെടെ മർദ്ദിച്ച ആ കാര്യങ്ങൾ അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിലവിലുള്ളതുമാണ്. എന്നിട്ടും ഈ പ്രതിയെ പിടികൂടാൻ, ഈ കുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റാണ്, അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുള്ള, എന്നിട്ടും ഈ പ്രതിയെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വേണമെങ്കിൽ ആ കുടുംബത്തിന് ആരോപിക്കാം. അത് സ്വാഭാവികം മാത്രമാണ്. അതാണ് നിലവിൽ ഇപ്പോൾ ഒരു ആരോപണമായിട്ട് ഉയർന്നിരിക്കുന്നത്. എന്തായാലും കടുത്ത നടപടികളിലേക്ക് പോകണം. ആ കുട്ടിക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബവും പറയുന്നത്. ശരി, രാഹുൽ വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.